ഇനി തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന ഒരു വാർത്ത, തിരുവനന്തപുരത്ത് യുവതിയെ വഴിയരികിൽ ഇറക്കിവിട്ട KSRTC കണ്ടക്ടർക്കെതിരെ നടപടി വരികയാണ്. നെയ്യാറ്റിൻകര സ്വദേശി അനിൽകുമാറിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. വെള്ളറട സ്വദേശി ദിവ്യയാണ് പരാതി നൽകിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ചയായിരുന്നു വെള്ളറടയിലേക്കുള്ള യാത്രയിൽ ദിവ്യയെ കണ്ടക്ടർ ഇറക്കി വിട്ടത്. ഇപ്പോൾ ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം. അപ്പോൾ അതിനു മുൻപ് ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രതികരണം കേൾക്കാം. ഞാൻ GPay ചെയ്യാറുണ്ട്. ആ ഒരു ഇതിൽ ഞാൻ GPay തയ്യാറായി ഞാൻ അങ്ങനെ ബസ് കയറിപ്പോൾ GPay സെർവർ ബിസിയായി കാണിച്ച് നെറ്റിൻ്റെ പ്രോബ്ലത്താണ്. കുറച്ച് അങ്ങോട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ അത് സെൻഡ് ആവുമായിരുന്നു. ആ ഒരു സാവകാശം കാണിക്കാതെ കള്ള ലക്ഷണം കാണിക്കുന്നു. ഇതേപോലെ ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്. ഇറങ്ങടി എന്ന് പറഞ്ഞ് എന്നെ അവിടെ കൂടെ ഇറങ്ങാൻ ആളുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ എന്നെ അങ്ങ് ഇറക്കി വിട്ടു. ശരി, ഹാൻസ് വിവരങ്ങൾ പറയുന്നുണ്ട്. ഹാൻസെ, ദിവ്യ എന്തിനാണ് ഈ ഇറക്കി വിട്ടത്? എന്തിനാണ്? ഇപ്പോൾ കണ്ടക്ടർക്കെതിരായ നടപടി എങ്ങനെയാണ്? സേതു, കഴിഞ്ഞ വെള്ളിയാഴ്ച അഥവാ 26-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. നെയ്യാറ്റിൻകരയിൽ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജീവനക്കാരിയാണ് ദിവ്യ. ജോലി കഴിഞ്ഞ് രാത്രി 8:45 വെള്ളിയാഴ്ച തിരിച്ചു വരാൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് വെള്ളറടയിലേക്ക് പോകുന്ന KSRTC ബസ്സിൽ ദിവ്യ കയറി. കൂനമ്പാന എന്ന സ്ഥലത്ത് വെച്ചാണ് ബസ്സിൽ കയറിയത്. പക്ഷേ ദിവ്യയുടെ പക്കൽ അന്ന് പേഴ്സ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പണമായിട്ട് ഒന്നും തന്നെ കയ്യിലുണ്ടായിരുന്നില്ല. പക്ഷേ നിരന്തരം KSRTC ബസ്സിൽ യാത്ര ചെയ്യുന്ന യാത്രക്കാരി ആയതുകൊണ്ട് തന്നെ ഗൂഗിൾ പേ വഴി പണം നൽകാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ദിവ്യ ബസ്സിൽ കയറിയത്. പക്ഷേ ഈ പണം നൽകുന്നതിനിടയിൽ ഗൂഗിൾ പേയിൽ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായി. തുടർന്ന് പണം നൽകാൻ കഴിഞ്ഞില്ല. ഈ കാര്യം KSRTC ഡ്രൈവറെ അറിയിച്ചു. പക്ഷേ ദിവ്യ ഒരു തട്ടിപ്പുകാരിയാണ് എന്ന് കരുതിക്കൊണ്ട് ആക്രോശിച്ചുകൊണ്ട് ഇത്തരം തട്ടിപ്പുകൾ താൻ നിരന്തരം കാണാറുള്ളതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദിവ്യയെ KSRTC ഡ്രൈവർ വഴിയരികിൽ ഇറക്കി വിട്ടു. വെറും 18 രൂപ മാത്രമായിരുന്നു ഈ ടിക്കറ്റിൻ്റെ നിരക്ക്. പക്ഷേ ദിവ്യ പറഞ്ഞു തൻ്റെ കയ്യിൽ ഇപ്പോൾ പണമില്ലെങ്കിലും ഇറങ്ങുന്ന സ്റ്റോപ്പിൽ, വെള്ളറടയാണ് അവസാന സ്റ്റോപ്പ്, അവിടെയാണ് ദിവ്യ ഇറങ്ങുന്നത്. അവിടെ ഇറങ്ങുമ്പോൾ പണം നൽകാമെന്ന് പറഞ്ഞിട്ടും അത് കേൾക്കാതെയാണ് കണ്ടക്ടർ ദിവ്യയെ ബസ്സിൽ നിന്ന് ഇറക്കി വിട്ടത്. പിന്നീട് വഴിയരികിൽ ആരുമില്ലാത്ത സ്ഥലത്ത് നിന്ന് 2.5 കിലോമീറ്ററോളം ദിവ്യ നടന്നു. ശേഷം ഭർത്താവിനെ വിളിച്ചു വരുത്തിയതിന് ശേഷമാണ് വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞത്. പിന്നാലെ ഈ വിഷയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രിക്കും ബസ് അധികൃതർക്കും KSRTC അധികൃതർക്കും പരാതി നൽകി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശിയായ അനിൽകുമാർ, അദ്ദേഹമാണ് കണ്ടക്ടർ, ഇദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചത്. താൽക്കാലിക ജീവനക്കാരനായ അനിലിനെ ഇപ്പോൾ അന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുകയാണ്. സേതു. ശരി ഹാൻസെ, ഓക്കെ. ഹാൻസാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്.